ത്രിതല പഞ്ചായത്തുകളിൽ കാൽ നൂറ്റാണ്ടുകളായി നടത്തിവന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വിസ്മൃതിയിലായി. വിബിജി റാംജി എന്ന പുതിയ പദ്ധതിയുടെ പത്തനംതിട്ട ജില്ലാതല ഉദ്ഘാടനം കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദീനമ്മ റോയ് ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ വിശദീകരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോബിൻ പീറ്റർ നടത്തി. 409 രൂപയായി വേതനം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം ചില നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഇതിന് ഇപ്പോൾ ഉള്ള ആശങ്കകൾ ഘട്ടം ഘട്ടമായി പരിഹരിച്ച് കോന്നി ബ്ലോക്കിലെയും പത്തനംതിട്ട ജില്ലയിലെയും എല്ലാ പഞ്ചായത്തുകളിലും ഈ പദ്ധതി വളരെ നന്നായി മുന്നോട്ട് നടപ്പാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാ ജനപ്രതിനിധികളുടെയും ആഗ്രഹം. കാൽ നൂറ്റാണ്ടുകാലം നമ്മുടെ ഗ്രാമങ്ങളിൽ നിറഞ്ഞു കേട്ടിരുന്ന ഒരു തൊഴിൽദാന പദ്ധതിയായിരുന്നു മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. ഇനി അത് ഓർമ്മയാകുന്നു. ഇപ്പോൾ ഇന്നു മുതൽ, അതായത് ഈ ജൂലൈ 1 മുതൽ വിബിജി റാംജി എന്ന പേരിലാണ് ആ തൊഴിലുറപ്പ് പദ്ധതി ഇനിയും അറിയപ്പെടുന്നത്. കാൽ നൂറ്റാണ്ടുകാലം നമ്മുടെയൊക്കെ ഈ ത്രിതല പഞ്ചായത്തുകളൊക്കെ ആ തൊഴിലുറപ്പ് പദ്ധതികളൊക്കെ ഇനി ഏതൊക്കെ തരത്തിലായിരിക്കും വിബിജി റാംജി എന്ന പേരിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഇതൊക്കെ ദിനങ്ങളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു വിശദീകരണ യോഗവും അതിൻ്റെ ഉദ്ഘാടനവുമാണ്. പത്തനംതിട്ട ജില്ലാതല ഉദ്ഘാടനം ഇന്ന് കോന്നി ബ്ലോക്ക് പഞ്ചായത്തിലായിരുന്നു. ഇതിന്റെ അധ്യക്ഷത വഹിച്ചത് കോന്നി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള റോബിൻ പീറ്ററാണ്. ഇതിന്റെ പദ്ധതിയുടെ എങ്ങനെയാണ് ഓട്ടങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്ന വിപ്ലവകരമായിട്ടുള്ള ഒരു നിയമമായിരുന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അത് 2005 പാർലമെന്റിൽ ആ നിയമം പാസ്സാക്കിയത്. ഇന്ത്യയിലെ ഗ്രാമാന്തരങ്ങളിലെ പാവപ്പെട്ടവരും സാധാരണക്കാരുമായിട്ടുള്ള ഗ്രാമവാസികളുടെ അവരുടെ കുടുംബ വരുമാനം വർധനവ് ഈ ഒരു പദ്ധതിയിലൂടെ വിഭാവനം ചെയ്തിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ പദ്ധതി ഇന്ന് പുതിയ കേന്ദ്ര ഗവൺമെൻറ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന ആ പദ്ധതിയുടെ പേര് മാറ്റി അതിൻ്റെ മറ്റ് പല ഘടകങ്ങളിലും മാറ്റം വരുത്തി ഇന്ന് ജൂലൈ മാസം 1 തീയതി മുതൽ രാജ്യത്ത് നടപ്പാക്കുകയാണ്. വിബിജി റാംജി എന്നാണ് ഈ പദ്ധതിയുടെ പുതിയ പേര്. അപ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമായി രാജ്യത്ത് ഈ പദ്ധതി തുടങ്ങിയപ്പോൾ 100 ദിന തൊഴിലാണ് തൊഴിലാളികൾക്ക് നൽകിയിരുന്നത്. ഈ പുതിയ പദ്ധതിയിൽ അത് 125 ദിവസങ്ങൾ തൊഴിൽ ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏതാണ്ട് 318ഓളം വരുന്ന പുതിയ പദ്ധതികളുടെ ഒരു ലിസ്റ്റ് കേന്ദ്ര ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പദ്ധതി ഇന്ന് ജൂലൈ മാസം 1 തീയതി നടപ്പാക്കുമ്പോൾ തന്നെ ഒട്ടേറെ ആശങ്കകൾ ജനപ്രതിനിധികൾക്കും അതോടൊപ്പം തന്നെ ഈ തൊഴിലുറപ്പ് മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കുമൊക്കെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. ഏതൊരു പദ്ധതിക്കും അതിൻ്റെതായ പരിമിതികളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു. പക്ഷെ കേന്ദ്ര ഗവൺമെൻറ് ഒരു നിയമത്തിലൂടെ പൂർണ്ണമായും കേന്ദ്ര ഗവൺമെൻറ് ധനസഹായം അനുവദിച്ച് കേന്ദ്ര ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി തുടക്കം കുറിച്ചതെങ്കിൽ ഈ പുതിയ പദ്ധതി ജൂലൈ മാസം 1 തീയതി ആരംഭിക്കുമ്പോൾ 60% പദ്ധതി വിഹിതം കേന്ദ്ര ഗവൺമെൻറ്റും 40% സംസ്ഥാന ഗവൺമെൻറ്റിലും നിക്ഷിപ്തമായിക്കൊണ്ടാണ് ഈ പദ്ധതി പുതുതായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം 40% തുക അവർക്ക് എത്രമാത്രം ഉൾപ്പെടുത്താൻ കഴിയും എന്നുള്ളതൊക്കെ വരുംകാല ദിവസങ്ങളിൽ നമുക്ക് നോക്കിക്കാണേണ്ട വിഷയങ്ങളാണ്. പക്ഷേ കേരളത്തിൽ ഈ പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം അവതരിപ്പിച്ച ബഡ്ജറ്റിൽ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് പണം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, തുക മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പര്യാപ്തമാണോ, അത് എത്രമാത്രം സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അത് ഏറ്റെടുക്കാൻ കഴിയും എന്നുള്ളത് ഒരു പ്രശ്നമായി നിലനിൽക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇത് ഇപ്പോൾ ഈ പദ്ധതി മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ കേരളത്തിൽ ഏതാണ്ട് 22 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ 22 ലക്ഷത്തിൽ ഏതാണ്ട് 40%-ലധികം തൊഴിലാളികൾ എന്ന് പറയുന്നത് 60 വയസ്സിന് മുകളിലുള്ള തൊഴിലാളികളാണ്. ഇപ്പം ഈ പദ്ധതിയിൽ അല്ലെങ്കിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പറയുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ ആ പദ്ധതിയുടെ പല കാര്യങ്ങളിൽ ഈ തൊഴിലാളികൾക്ക് വിദഗ്ധമായിട്ടുള്ള അല്ലെങ്കിൽ പരിശീലനം, സ്കിൽഡ് ലേബേഴ്സ്, അതിനാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ സ്കിൽഡ് ലേബേഴ്സിന് മാത്രമേ ഈ പദ്ധതികൾ പലതും ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അത് നമ്മുടെ തൊഴിലാളികൾക്ക് എത്രമാത്രം അതിന് കഴിവുണ്ട്, അല്ലെങ്കിൽ ആ പ്രായമായിട്ടുള്ള ആളുകൾ എത്രമാത്രം ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ 40% തുക നൽകാൻ കഴിയുമോ, ഇതൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ ഇന്ന് അവശേഷിക്കുന്നുണ്ട്. ഇനിയും തുടർന്ന് വിശദമായിട്ടുള്ള ചർച്ചകളും
പരിശീലനങ്ങളും ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൂടി കഴിയുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒരു ചിത്രം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. 409 രൂപയായി വേതനം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം ചില നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഇതിന് ഇപ്പോൾ ഉള്ള ആശങ്കകൾ ഘട്ടം ഘട്ടമായി പരിഹരിച്ച് കോന്നി ബ്ലോക്കിലെയും പത്തനംതിട്ട ജില്ലയിലെയും എല്ലാ പഞ്ചായത്തുകളിലും ഈ പദ്ധതി വളരെ നന്നായി മുന്നോട്ട് നടപ്പാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാ ജനപ്രതിനിധികളുടെയും ആഗ്രഹം. അത് നടപ്പാകും എന്നതാണ് നമ്മുടെ പ്രതീക്ഷ. പദ്ധതി ഔദ്യോഗികമായി അതിൻ്റെ ലോഗോ പ്രകാശനവും അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനവുമാണ് കോന്നി ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ച് ബഹുമാനിയായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ദീനാമ റോയി നിർവഹിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്പിളി ടീച്ചറും ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ എസ് സന്തോഷ് കുമാറും ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും ഉദ്യോഗസ്ഥരും 7 പഞ്ചായത്തിൽ നിന്നായി തൊഴിലാളികളും മേറ്റന്മാരും ഉദ്യോഗസ്ഥരും ഒക്കെ ഈ മീറ്റിംഗിൽ പങ്കെടുത്തു. തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 7 പഞ്ചായത്തുകളിലും ഈ പദ്ധതി വളരെ കാര്യക്ഷമമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള നേതൃത്വം ബ്ലോക്ക് പഞ്ചായത്ത് വഹിക്കും എന്നുകൂടി സൂചിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട. ആരോഗ്യമുള്ള യുവതലമുറയ്ക്കായി ഡോക്ടർ ഫുഡിന്റെ ന്യൂട്രി മൾട്ടിഗ്രെയിൻ ഓട്സ്. തലമുറകളുടെ കരുത്തിന് ഡോക്ടർ ഫുഡ് ന്യൂട്രി.